നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. LDF അളഗപ്പനഗർ ഈസ്റ്റ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജില്ലയിൽ ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ കേന്ദ്രം. ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ CITU പ്രഥമ ജില്ലാ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. വാർത്തകൾ വിശദമായി. മോദി അവകാശപ്പെടുന്ന ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയുടെ എല്ലാ മെച്ചവും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി വിഭാവനം ചെയ്തിരിക്കുകയാണ് NDA സർക്കാർ എന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആരോപിച്ചു. LDF അളഗപ്പനഗർ ഈസ്റ്റ് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ലോക്കൽ സെക്രട്ടറി PK വിനോദ് അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, PV ഗോപിനാഥൻ, CU പ്രിയൻ, VK വിനീഷ്, ജയന്തി സുരേന്ദ്രൻ, ഉഷാദേവി, K പങ്കജവല്ലി എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി VK അനീഷിനെയും പ്രസിഡന്റായി PK വിനോദിനെയും ട്രഷററായി VR രാജനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കനത്ത ചൂടിനെ തുടർന്ന് മലപ്പുറം, വയനാട്, കാസർഗോഡ്, ഇടുക്കി ഒഴികെയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച വരെയാണ് കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബുധനാഴ്ച വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ CITU പ്രഥമ ജില്ലാ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ, CITU വരന്തരപ്പള്ളി പഞ്ചായത്ത് കൺവീനർ സന്തോഷ് തണ്ടാശ്ശേരി, NA സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റ് PK ശിവരാമൻ, വർക്കിംഗ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി, സെക്രട്ടറി NA സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി PK അശോകൻ, ട്രഷറർ ലൈവിൻ സേവ്യർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് വിവിധ തൊഴിലേർപ്പെട്ടിട്ടുള്ളവർ ചേർന്ന് ഒരു യൂണിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ച് ഒരു മീറ്റിംഗ് വിപുലമായി ചേർത്ത് തൊഴിലാളികളെ ഏത് മേഖലയിലും തൊഴിലാളികളുടേതായ പ്രശ്നങ്ങളുണ്ടാവും. തൊഴിലാളികളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തൊഴിലാളികളുടെ കൂട്ടായ്മ എന്ന് പ്രധാനപ്പെട്ടതാണ്. മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ക്യാമ്പിന് ഡോക്ടർ വിഷ്ണു പിള്ള, പ്രിൻസ് ജോൺ, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, P പങ്കജാക്ഷൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, B ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ നിന്നും 31 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുക. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 1, 2 വാർഡുകളിലുള്ള മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി തിരുവനന്തപുരത്ത് ഉന്നതതല അവലോകന യോഗം ചേർന്നു. സംസ്ഥാന വികേന്ദ്രീകരണ ആസൂത്രണ ബോർഡ് മേധാവി J ജോസഫൈൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം മെമ്പർ PK ജമീല എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം ആസൂത്രണ ഭവനിൽ യോഗം ചേർന്നത്.
കളിമൺ പാത്ര നിർമ്മാണ മേഖലയിൽ കരകൗശല വസ്തുക്കളുടെ ഉൽപാദന വിപണന പദ്ധതികൾ ഉൾപ്പെടുത്തി കരകൗശല വസ്തുഗ്രാമം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുംഭാര സമുദായത്തിന്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പിന്നോക്ക വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ധാർത്ഥൻ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത് എന്നിവർ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾക്കുള്ള പരിഹാര മാർഗങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CD സിബി, പഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു, അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോ സൈമൺ എന്നിവരും കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി സൊസൈറ്റി സെക്രട്ടറി ചിന്നമണി, സൊസൈറ്റി അംഗം കുമാരി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. LDF വരന്തരപ്പള്ളി മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NS സജീവൻ അധ്യക്ഷത വഹിച്ചു. MA ജോയ് പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഇനി മുതൽ ഇതായിരിക്കും. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് തിങ്കളാഴ്ച വൈകിട്ട് 5-ന് AITUC ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തൃക്കൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച ലേഡീസ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, ഹനിത ഷാജു, കപിൽ രാജ്, മെഡിക്കൽ ഓഫീസർ അനുപമ വിജയൻ എന്നിവർ സന്നിഹിതരായി. ആ തുല്യതയുടെ പര്യായമായി കാണേണ്ടതാണെന്നും പുരുഷനൊപ്പം സ്ത്രീയെയും കണക്കാക്കണം എന്നുള്ള ആ ഒരു ആശയം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, മായ രാമചന്ദ്രൻ, ഹനിത ഷാജു, ഷീബ നികേഷ്, പ്രധാന അധ്യാപിക ജസീമ എന്നിവർ സന്നിഹിതരായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് നൽകുന്ന കട്ടിൽ വിതരണത്തിന്റെ ആദ്യഘട്ടം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MK ശൈലജ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. NM പുഷ്പാകരൻ, G സബിത എന്നിവർ പ്രസംഗിച്ചു. രണ്ടാം കല്ല് ALP സ്കൂളിൽ കുടുംബ സംഗമവും നോമ്പുതുറയും കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനവും നടന്നു. സാഹിത്യകാരി രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ രാജു തലക്കാട്ടിൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപകൻ K നിക്സൺ പോൾ, PTA പ്രസിഡന്റ് MA ഷിബു, MPTA പ്രസിഡന്റ് ഷീജ, ടീന തോബി, രശ്മി ശ്രീശോഭ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന പഠന സമാജം സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സാബു പായമ്മലിനെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ പലതുള്ളി പെരുവള്ളം രാജകുമാരി പ്രകാശനം ചെയ്തു. കടുത്ത വേനലിൽ പക്ഷികൾക്കായി ദാഹജലം ഒരുക്കി തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പക്ഷികൾക്ക് ദാഹജലം കൊടുക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച തീർത്ഥാടന പദയാത്ര നടത്തും. രാവിലെ 7-ന് അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര 10 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. പുതുക്കാട് ഫൊറോന വികാരി പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 10:30-ന് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന നടക്കും. ഫാദർ ജോജു പനക്കൽ തിരുനാൾ സന്ദേശം നൽകും. ശ്രാദ്ധ ഊട്ടുസദ്യയും ഉണ്ടായിരിക്കും. LDWF പാലിയേക്കര മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഷീല ജോർജ് ഉദ്ഘാടനം ചെയ്തു. VT വിജയലക്ഷ്മി അധ്യക്ഷയായി. NN ദിവാകരൻ, ഓമന കൃഷ്ണൻകുട്ടി, K സത്യവ്രതൻ, പത്മജാദേവി, ഷീല മനോഹരൻ, സിന്ധു ബൈജു, ഗ്രീഷ്ണ ഗോപാലൻ, രജനി മുരാന്തകൻ എന്നിവർ പ്രസംഗിച്ചു. മങ്കര സദനം കുമരൻ കോളേജിൽ വെച്ച് നടന്ന കോഴിക്കോട് സർവകലാശാല വടംവലി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കൊടകര സഹൃദയ കോളേജ് ജേതാക്കളായി. മിക്സഡ് വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടിക്കാണ് 1ാം സ്ഥാനം.
പുരുഷ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി 2ാം സ്ഥാനവും ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പത്തിരിപ്പാല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ പാലക്കാട് മേഴ്സി കോളേജ് 2ാം സ്ഥാനവും തൃശൂർ വിമല കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മിക്സഡ് വിഭാഗത്തിൽ ഗവൺമെന്റ് കോളേജ് പത്തിരിപ്പാല 2ാം സ്ഥാനവും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട 3ാം സ്ഥാനവും നേടി. സദനം കുമരൻ കോളേജ് ഡയറക്ടർ രവികുമാർ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ മുരുകൻ ബാബു, കോളേജ് ഡീൻ ബാലഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. കോഴിക്കോട് സർവകലാശാല കായിക വകുപ്പ് മേധാവി KP മനോജ് സമ്മാനദാനം നിർവഹിച്ചു. ടഗ് ഓഫ് വാർ അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷാൻ മുഹമ്മദ്, കോളേജ് കായിക വകുപ്പ് മേധാവി B അഭിഷേക് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സ, ഹോമിയോപ്പതി വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പഠിച്ചവർക്ക് തെറാപ്പിസ്റ്റിന്റെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. യോഗ ഇൻസ്ട്രക്ടർ യോഗ്യത സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത PG ഡിപ്ലോമ ഇൻ യോഗ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സർവകലാശാല, സർക്കാർ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സാകണം. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 0477293919. പ്രകൃതിക്ഷോഭത്തിൽ വിളനാശമുണ്ടായ കർഷകർ ആനുകൂല്യത്തിന് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് SMS സന്ദേശം ട്രഷറിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ SMS ലഭിച്ചിട്ടുള്ള കർഷകർ SMS കിട്ടി 5 ദിവസത്തിനുള്ളിലും ഇനി SMS ലഭിക്കുന്നവർ അതത് ദിവസങ്ങളിലും ബന്ധപ്പെട്ട കൃഷിഭവനെ സമീപിച്ച് കൃത്യമായ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC വിവരങ്ങൾ, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ നൽകണമെന്ന് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS ബിരുദം, TCMC രജിസ്ട്രേഷൻ. താൽപര്യമുള്ളവർ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് അപേക്ഷ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6060 രൂപ, പവന് 48,480 രൂപ. ചൊക്കന മാനാട്ടുകാലായിൽ വർഗീസിന്റെ ഭാര്യ മേരി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൊക്കന സെന്റ് മേരീസ് പള്ളിയിൽ. ആനി, ബാബു, ലില്ലി, സിസ്റ്റർ ഡിവിന എന്നിവർ മക്കളും ഡേവിസ്, സിനി, സന്തോഷ് എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര മോനടി മഞ്ഞളി പരേതനായ ഔസഫ് ഭാര്യ അമ്മിണി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജെസി, ഷാജൻ, ജോയ്സി, ജെയ്സൺ, ജെയ്നി, ജെയ്മ, ജോസഫ് എന്നിവർ മക്കളും ജോസ്, ബീന, അഗസ്റ്റിൻ, ജിൻസി, വർഗീസ്, ബേബി, സിബി എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം പൂത്തെറ്റി ഷാജി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദുവാണ് ഭാര്യ. ആദർശ്, ആദിത് എന്നിവർ മക്കളും അനുപമ മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. LDF അളഗപ്പനഗർ ഈസ്റ്റ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജില്ലയിൽ ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ കേന്ദ്രം. ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ CITU പ്രഥമ ജില്ലാ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.